പ്രിയമുള്ളവരെ, മെയ് 6 ലോക ആസ്മ ദിനം. ഈ വർഷത്തെ തീം ഇൻഹേലർ ചികിത്സ എല്ലാവർക്കും പ്രാപ്യമാക്കുക എന്നതാണ്. വരൂ, ആസ്മയും ഇൻഹേലർ ഉപയോഗവും സംബന്ധിച്ച നമ്മുടെ തെറ്റിദ്ധാരണകൾ മാറ്റാം. എന്താണ് ആസ്മ? ശ്വാസകോശത്തിൽ ഉണ്ടാവുന്ന അലർജിയെയാണ് ആസ്മ എന്ന് പറയുന്നത്. അലർജി മൂലം ശ്വാസകോശത്തിലേക്കുള്ള ശ്വാസനാളികളുടെ പേശികൾ സങ്കോചിക്കുകയും അങ്ങനെ നീർക്കെട്ടുണ്ടാവുകയും ചെയ്യുന്നു. അതുമൂലം ചുമ, ശ്വാസതടസ്സം, കഫക്കെട്ട്, വലിവ്, നെഞ്ചിൽ അസ്വസ്ഥത എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവുന്നു. ആസ്മയുടെ പ്രധാനപ്പെട്ട ട്രിഗേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ടും പൊടികളാണ്. അത് വീടിനകത്തുള്ള പൊടികളാവാം, പുറത്തുള്ള പൊടികളാവാം. വീടിനകത്തുള്ള പൊടികൾ ഉദാഹരണത്തിന് കാർപ്പറ്റിൽ നിന്നുള്ള പൊടികൾ, കർട്ടൻസിൽ നിന്നുള്ള പൊടികൾ, അല്ലെങ്കിൽ ബ്ലാങ്കറ്റ്സിൽ നിന്നുള്ള പൊടികൾ മുതലായവയാവാം. അല്ലെങ്കിൽ പുകയെടുപ്പിൽ നിന്നുള്ള പുക, വളർത്തുമൃഗങ്ങളിലെ രോമങ്ങൾ തുടങ്ങിയവയാണ് മെയിനായിട്ടും ട്രിഗേഴ്സ് ആവാം. അതുകൂടാതെ പൂപ്പൽ, പൂമ്പൊടി, പുകവലി, പാസീവ് സ്മോക്കിംഗ്, അന്തരീക്ഷ മലിനീകരണം, തണുപ്പുള്ളതും ഈർപ്പമുള്ളതുമായ കാലാവസ്ഥ, ചെമ്മീൻ പോലെയുള്ള ചില ഭക്ഷണ പദാർത്ഥങ്ങൾ, ജലദോഷപ്പനികൾ, മാനസിക സമ്മർദ്ദം എന്നിവയും ആസ്മയ്ക്ക് ട്രിഗേഴ്സ് ആകും. ആസ്തുമ ശൈശവകാലത്ത് മാത്രം കാണപ്പെടുന്ന രോഗമാണ്? അല്ല, കുട്ടികളിലാണ് ഇത് പൊതുവായി കാണപ്പെടുന്നതെങ്കിലും എല്ലാ പ്രായക്കാരിലും ഇതുണ്ടാവാം. 20 വയസ്സിന് മുകളിൽ തുടങ്ങുന്നത് അഡൽട്ട് ഓൺസെറ്റ് ആസ്തുമ എന്നറിയപ്പെടുന്നത്. ആസ്മയുള്ളവർ ഫിസിക്കൽ ആക്ടിവിറ്റി, സ്പോർട്സ് ഒഴിവാക്കേണ്ടതുണ്ടോ? ഇല്ല. വ്യായാമം എല്ലാവർക്കും അനിവാര്യമാണ്. ആസ്മയുള്ളവർ എക്സസൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ഇൻഹേലറുകൾ കയ്യിൽ കരുതുക. വ്യായാമം ചെയ്യുമ്പോൾ ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടാൽ വ്യായാമം നിർത്തി ഇൻഹേലർ ഉപയോഗിക്കുക. മുന്നേ വ്യായാമം ചെയ്യുമ്പോൾ ശ്വാസമുട്ടൽ ഉണ്ടായിട്ടുള്ളവർ വ്യായാമം തുടങ്ങുന്നതിന് മുൻപായി ഇൻഹേലർ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ചുമ, ശ്വാസമുട്ടൽ, കഫക്കെട്ട് തുടങ്ങിയ രോഗലക്ഷണമുള്ളവർ വ്യായാമം കഴിവതും ഒഴിവാക്കുക. ആസ്മയുള്ള രോഗികളിൽ ഒരിക്കൽ ഇൻഹേലർ ഉപയോഗിച്ചു തുടങ്ങിയാൽ അത് തുടർച്ചയായി ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കേണ്ടി വരികയും ഒരിക്കലും നിർത്താൻ പറ്റാത്ത അവസ്ഥയും ഉണ്ടാകും. തീർച്ചയായും ഇല്ല. ഇത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. രോഗാവസ്ഥ അനുസരിച്ചാണ് നമ്മൾ ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്യുന്നത്. രോഗലക്ഷണങ്ങൾ കുറഞ്ഞു വരുന്ന അവസ്ഥയിൽ ഒന്നെങ്കിൽ ഈ ഇൻഹേലറിന്റെ ഡോസ് കുറച്ചു കൊണ്ടുവരികയോ അഥവാ അത് എത്ര തവണ ഉപയോഗിക്കുന്നു എന്നുള്ള എണ്ണം കുറച്ചു കൊണ്ടുവരികയും അത് പതിയെ നിർത്താൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. അതിനുശേഷം അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാം. കാരണം ആസ്മയുടെ ചികിത്സയിൽ ഇൻഹേലറിനേക്കാളും വലിയൊരു പങ്ക് വഹിക്കുന്നത് അതിന്റെ ട്രിഗേഴ്സിനെ ഒഴിവാക്കുക അല്ലെങ്കിൽ നിയന്ത്രിക്കുക എന്നുള്ളതിനാണ്. തെറ്റായ ധാരണകൾ അകറ്റി ശരിയായ ചികിത്സ സ്വീകരിച്ച് ആസ്മയെ നമുക്ക് നിയന്ത്രിക്കാം.